ഞാൻ കണ്ടിരിക്കുന്നത് ഇത് മെജോറിറ്റി ആൾക്കാരും ഒരു ലൈഫിൽ നന്നാണെന്നൊക്കെ കരുതിയാണ്ട് ഒരു ലൈഫിൽ വലിയ ഇമ്പ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഗുഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് അതൊക്കെ ചെയ്യാൻ തുടങ്ങും. ബട്ട് ആഫ്റ്റർ ഒരു 2 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞാൽ ഒരു വീണ്ടും ആ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ പിന്നെ ആ പഴയ ബാഡ് ഹാബിറ്റ്സിലേക്ക് എത്തിച്ചു വരും. സോ അപ്പോൾ ഈ 2 മിനിറ്റിലെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഒരു ഗുഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ തുടങ്ങാം ആൻഡ് നിങ്ങളുടെ ലൈഫ് ലോങ്ങിലേക്ക് അത് കീപ്പ് ചെയ്യാണ്. ഇവിടെ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 2 മിനിറ്റ് റൂളിനെ കുറിച്ചാണ്. അതായത് ഏതൊരു ഹാബിറ്റ്സ് നമ്മൾ ഏതൊരു സംഭവം തുടങ്ങുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അത് പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യാതെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ 2 മിനിറ്റ് റൂൾ പറയുന്നത്. മെയിനായിട്ട് ഈ 2 മിനിറ്റ് റൂളിനെ കുറിച്ച് പറയുന്നതും മെയിനായിട്ട് 2 പ്രൊഡക്ടിവിറ്റി ബുക്കിലാണ്. അതിൽ ഫസ്റ്റത്തെ ബുക്കാണ് ഡേവിഡ് അലൻ എന്ന് പറയുന്ന ഓതർ എഴുതിയ ബുക്ക്, അതായത് ഗെറ്റിംഗ് തിങ്സ് ഡൺ. ആ ബുക്കിൽ എങ്ങനെ ഡേവിഡ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാബിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം ചെയ്യാൻ വെറും 2 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റിന്റെ താഴെ എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് നൗ. അതായത് ഇപ്പോൾ നിങ്ങൾ ആ സംഭവം ഷെഡ്യൂൾ ചെയ്ത് മാറ്റിയെടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എനിക്ക് നാളെ ചെയ്യാന്ന് ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം ചെയ്യാം ആ സംഭവം ചെയ്യാൻ വെറും 2 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റിന്റെ ലെസ്സോ ഉള്ളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് നൗ. അതായത് ഇപ്പോൾ ഒരു നിങ്ങൾ ഉദ്ദേശിച്ചു 10 പുഷപ്പ് എനിക്ക് എന്നും എടുക്കാം അല്ലെങ്കിൽ 20 പുഷപ്പ് എനിക്ക് എന്നും എടുക്കാം. ജയനെന്ത് ഏത് 20 പുഷപ്പ് എടുക്കാൻ ഏറിപ്പോയി എത്ര മിനിറ്റ് എടുക്കുള്ളൂ? ഒരു 1 മിനിറ്റ് എടുക്കുള്ളൂ. എന്തായാലും 2 മിനിറ്റിന്റെ അടിയിൽ എടുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? അതിനും പ്രോക്രാസ്റ്റിനേഷൻ ചെയ്ത് മാറ്റി വെക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ജസ്റ്റ് ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇപ്പൊ ഒരു 20 പുഷപ്പ് എടുക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം 2 മിനിറ്റിന്റെ താഴെ ഉള്ളതെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് നൗ. അതാണ് ഫസ്റ്റത്തെ ബുക്കിൽ മൂപ്പര് പറയുന്നത്. രണ്ടാമത്തെ ബുക്കാണ് ജെയിംസ് ക്ലിയർ പറയുന്ന ഓതർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയർ ആ ബുക്കിൽ എങ്ങനെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം അല്ലെങ്കിൽ നമ്മൾ ആ ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവത്തിലാണോ ഈ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യണത് ആ സംഭവം 2 മിനിറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ബുക്ക് വായിക്കാൻ ഉദ്ദേശിച്ചു, ആ ബുക്ക് മുഴുവൻ ഒരു 10 പേജ് വായിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ജസ്റ്റ് 1 പാരഗ്രാഫ് മാത്രം വായിക്കാം അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രം വായിക്കാം, എന്നിട്ട് ബുക്ക് അടച്ചേക്കാം. നമ്മൾ ഓടാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് വെറും 2 മിനിറ്റ് ഓടാൻ പോകുക, ടൈം നോക്കി 2 മിനിറ്റ് ആയ വീട്ടിലേക്ക് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ജിമ്മുക്ക് പോകാൻ മടിയാണ് എന്ത് ചെയ്യുക? ജസ്റ്റ് വീട്ടിൽ 2 മിനിറ്റ് മാത്രം വർക്കൗട്ട് ചെയ്യുക. അതായത് ഇതിനൊക്കെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഹാബിറ്റ്സ് ആണോ ഏത് സംഭവമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡിൽ മാത്രം എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഗ്രാജുവലി അതിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെന്റ്സ് മാത്രം വരുത്തിയാണ്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ നമ്മൾ ഒക്കെപ്പാടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിഗിനറിന് ഫസ്റ്റ് തന്നെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനൊരു താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരു താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് 2 ഡേയ്സോ അല്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞ് നമ്മൾ ക്വിറ്റ് ചെയ്യും. സോ കൺസിസ്റ്റൻസി ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ഇറ്റ്സ് അബൌട്ട് ഷോ അപ്പ് എവരി സിംഗിൾ ഡേ.